Hey there guys, welcome back to Trading Logics. മാർക്കറ്റിൽ ഇന്നത്തെ മൂവ്മെൻറ്റ്സ് എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. മാർക്കറ്റിൽ അതിനായിട്ട് നമുക്ക് ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. എക്സ്റ്റൻറ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്നലെ നിഫ്റ്റി ഹെവി ആയിട്ട് അപ്സൈഡ് പോയപ്പോഴും ബാങ്ക് നിഫ്റ്റി ചെറിയൊരു മൈനസിലാണ് ക്ലോസ് ആയത്. അതായത് 53,000 നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. മുകളിൽ നിന്ന് നല്ല സെല്ലിംഗ് പ്രഷറുണ്ട്. അതുകൊണ്ടാണ് അതായത് കോൾ സൈഡ് പ്രീമിയം ഹെവി ആയിട്ട് അപ്പ് സൈഡ് പോയതുകൊണ്ടാണ് അതിനൊന്ന് മെൽറ്റ് ചെയ്യിപ്പിക്കാനാണ് മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് സ്റ്റോക്കാണ് ഡൗൺ സൈഡ് പോയെന്ന് നോക്കി കഴിഞ്ഞാൽ HDFC ആണ് പോയിട്ടുള്ളത്. HDFC SBI രണ്ടും ഡ്രാഗ് ചെയ്താണ് മാർക്കറ്റിനെ കുറച്ച് താഴോട്ട് കൊണ്ടുവന്നത്. നമുക്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കാം. നിഫ്റ്റിയിൽ ഓൾ ടൈം ഹൈ ബ്രോക്കായി. അത് ഏകദേശം 24,000 മേളിൽ 24,444 ക്ലോസ് ആയിട്ടുണ്ട്. നല്ലൊരു ബ്രേക്കൗട്ട് തന്നെയായിരുന്നു തന്നത്. നല്ല ഹെവി വോളിയത്തിൽ സെക്കൻഡ് ഹാഫിൽ നല്ല രീതിക്ക് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് ചാർട്ടിലോട്ട് പോകുമ്പോഴേക്കും നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവും. ഹെവി ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റം നമുക്ക് കണ്ടായിരുന്നു. ഏകദേശം 23,900 നിന്ന് ത്രൂ ഔട്ടായിട്ട് ഒരു വൺ സൈഡ് റാലി തന്നെ നമ്മൾ പ്രതീക്ഷിച്ചു. ലാസ്റ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിലൊക്കെ ഹെവി ആയിട്ടൊരു സെൽ ഓഫ് കാണാം. എന്നിരുന്നാലും 24,44 ക്ലോസ് ആയ സ്ഥിതിക്ക് മാർക്കറ്റ് ഇനിയും ഹ്യൂജ് അപ്സൈഡ് റാലി നമുക്ക് പ്രതീക്ഷിക്കാം. ഷോർട്ട് കവറിങ് ആയിരുന്നു കണ്ടിരുന്നത്. ക്ലോസിംഗ് ടൈമിൽ ഏകദേശം അത് അപ്സൈഡിൽ നിന്ന് ഡൗണിലോട്ട് കുറച്ച് പോയിന്റ് സെൽ ഓഫ് ആയിട്ടുണ്ട്. എന്നിരുന്നാലും മാർക്കറ്റ് ഇപ്പോഴും ഒരു ബുള്ളിഷ്നെസ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇന്ത്യ വിക്സ് ചെറുതായിട്ടൊന്ന് കൂളായിട്ടുണ്ട്. നമ്മൾ കൂളാവുന്നതിനനുസരിച്ച് മാർക്കറ്റ് പൊട്ടൻഷ്യൽ അപ്സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇന്നലെ കുറച്ച് ന്യൂസ് നമ്മുടെ ഡൗ ജോൺസിലുണ്ടായിരുന്നു. ഡേറ്റാസ് നോക്കുമ്പോഴേക്കും GDP ഗ്രോത്ത് റേറ്റിൻ്റെ ഒക്കെ ഫൈനൽ ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ച അത്രയും ബുള്ളിഷ്നെസ് കാണിക്കുന്നില്ല. ഇന്ന് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്നവർക്ക് കുറച്ച് ഇൻഫ്ലേഷൻ റേറ്റാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടോ, മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കാൻ പൊട്ടൻഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പേഴ്സണൽ ഇൻകം മന്ത് ടു മന്ത്, പേഴ്സണൽ സ്പെൻഡിങ് കണ്ടോ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസാണ്. ബട്ട് ഓവർനൈറ്റ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നവർ ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. ഇതെങ്ങാനും നെഗറ്റീവ് വന്നു കഴിഞ്ഞാലോ പോസിറ്റീവ് വന്നു കഴിഞ്ഞാലോ ആ ഡയറക്ഷനിൽ മൊമെൻറ്റം പോസിബിളാണ്. ഗ്ലോബൽ മാർക്കറ്റ് യു എസിനെയാണ് എല്ലാവരും അനുകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ദിവസം മാർക്കറ്റ് ലീവായ സ്ഥിതിക്ക് ഹെവി ആയിട്ടൊന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. മാർക്കറ്റ് ഇപ്പോൾ ഓൾ ടൈം ഹൈയിലാണ്. എന്തുവേണോ സംഭവിക്കാം. നല്ല ഹെവി ആയിട്ടുള്ള അപ്സൈഡ് മൊമെൻറ്റവും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് പ്രതീക്ഷിക്കാം. പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോഴേക്കും ഹ്യൂജ് ആയിട്ടുള്ള ക്യാൻഡിൽസിൽ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സീ നെക്സ്റ്റ് വീഡിയോ. ട്രേഡ് സേഫ്ലി.